കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന വിഷയത്തിലുള്ള അന്തിമഘട്ട ചർച്ചകളിലും കെ.സി. വേണുഗോപാൽ മുന്നിലെന്ന് വിവരം. പ്രഖ്യാപനം വൈകിപ്പിക്കില്ലെന്നും ഇന്നോ നാളെയോ ഉണ്ടായേക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഹൈക്കമാൻഡ് വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 63 MLA-മാരിൽ ഏറ്റവും കൂടുതൽ പേർ ആരെയാണ് പിന്തുണച്ചത് എന്നത് മാത്രമാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾക്ക് കെ.സി. വേണുഗോപാലിനെ ഹൈക്കമാൻഡ് നേരിട്ട് നിയോഗിച്ചതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിച്ചത് എടുത്തു പറയുന്നു. ഇത്തവണ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് റിബലുകൾ ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിന് കെ.സി. വേണുഗോപാൽ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ഇതാണ് ഹൈക്കമാൻഡ് നിരീക്ഷണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന കാര്യത്തിൽ ഞായറാഴ്ച രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. സോണിയാഗാന്ധിയുമായി ചില ഔപചാരിക ചർച്ചകൾക്ക് മാത്രമാണ് ഇനി സാധ്യതയെന്നും ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിൽ ഘടകകക്ഷികൾക്കും വലിയ എതിർപ്പുണ്ടാവില്ല എന്നുമാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രഖ്യാപനം കേരളത്തിൽ വെച്ച് വേണോ അതോ ഡൽഹിയിൽ വെച്ച് വേണോ എന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ വെച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ആയിരിക്കും പ്രഖ്യാപനം നടത്തുക. കേരളത്തിലാണെങ്കിൽ നിയമസഭാ കക്ഷി യോഗം വിളിച്ച് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അവിടെ വെച്ച് അറിയിച്ചേക്കും. മുഖ്യമന്ത്രിക്കൊപ്പം അനുനയ രീതിയിൽ ഉപമുഖ്യമന്ത്രി പദം ഉണ്ടായേക്കും എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നുവെങ്കിലും നിലവിൽ ഇതിന് സാധ്യതയില്ല എന്ന വിവരമാണ് ഹൈക്കമാൻഡുമായി അടുത്ത വൃത്തങ്ങൾ പങ്കുവെക്കുന്നത്. തർക്കത്തിൽ നിൽക്കുന്ന ആളുകളെ ക്യാബിനറ്റിൽ നല്ല വകുപ്പുകൾ കൊടുത്ത് ഒപ്പം നിർത്താനുള്ള നീക്കവും ഹൈക്കമാൻഡ് സ്വീകരിച്ചേക്കാം. പുറത്തുവരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ 17 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള കെ.സി. വേണുഗോപാലിൻ്റെ മടങ്ങിവരവാകും ഇത്. പൊതുജന വികാരം എന്ന തരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രതികരണങ്ങളെയും ഘടകകക്ഷികളുടെ താൽപ്പര്യത്തെയും ഹൈക്കമാൻഡ് മുഖവിലേക്കെടുത്തിട്ടില്ല എന്നാണ് വിവരം. നിയമസഭാ കക്ഷിയിലെ MLA-മാരുടെ ഭൂരിപക്ഷമനുസരിച്ച് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പരമ്പരാഗതമായ രീതി. ഭൂരിഭാഗം MLA-മാരും കെ.സിയെയാണ് പിന്തുണച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നത്. ഇതിനു പിന്നാലെയാണ് വി.ഡി. സതീശിനെയും രമേശ് ചെന്നിത്തലയെയും ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ട ശേഷം കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞാണ് നേതാക്കളെ കേരളത്തിലേക്ക് തിരിച്ചുവിട്ടത്. ഇതിനുശേഷം നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ കോൺഗ്രസ് പാർട്ടി ഇതുവരെയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും എന്ന വിവരമാണ് ഹൈക്കമാൻഡുമായി അടുത്ത വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. കെ.സിക്കെതിരെ നടക്കുന്നത് അഖിലേന്ത്യാ തലത്തിലുള്ള ഗൂഢാലോചനയെന്ന വിലയിരുത്തലും ഹൈക്കമാൻഡിനുണ്ട്. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും കോർപ്പറേറ്റ് ഭീമന്മാരെയും ഒക്കെ വിറപ്പിക്കുന്ന രണ്ടുപേരാണ് രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 അടവും പയറ്റിയ അദാനി മുതലുള്ളവരെ തകർത്താണ് ലോക്സഭയിൽ 100 സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചത്. അതിനു പിന്നിൽ കെ.സി. വേണുഗോപാലിൻ്റെ പങ്ക് കുറച്ചു കാണാനാവില്ല. അത്രയും ശക്തനായ ഒരാൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ചിലർക്ക് ദഹിക്കില്ല. ഇത് തടയാൻ എല്ലാ ശക്തികളും ഒന്നാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ചില കേന്ദ്രങ്ങളിലെ ബോധപൂർവമായ ഇടപെടലുകൾ ഫ്ലക്സ് വെക്കുന്നതിലും പ്രകടനങ്ങളിലും ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതൊക്കെ പരിഗണിച്ച് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന നിലപാടിലാണ് ഒടുവിൽ ഹൈക്കമാൻഡ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,